ഹലോ ഗൈസ്, ക്ലിക്ക് ഓൺ വിത്ത് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും മണാലിയിലൊന്നും പോകാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ നമ്മൾ മണാലിയിലെ മഞ്ഞ് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനുള്ള സാധനമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സോഡിയം പോളികാർബണേറ്റ് അപ്പോൾ ഇതിൻ്റെ പേരാണ് സോഡിയം പോളി അക്വലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ വില 350 രൂപയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സാധനം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതിനകത്ത് പമ്പ നമ്മളെ കുട്ടികളുടെ ഡയപ്പറിൻ്റെ അകത്ത് നമ്മൾ വെള്ളം വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പമ്പ എടുത്തിട്ടല്ല, പമ്പയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സാധനം. നമ്മൾ പമ്പേഴ്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഡയപ്പറിൻ്റെ ഉള്ളിൽ ഈ ഒരു പൗഡർ ഉണ്ടാവും. ഈ ഒരു പൗഡറിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിന് ഇത് വലിച്ചെടുക്കുക, അതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് നമ്മൾ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പതുക്കെ വെള്ളം ചേർത്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇനി ഇത് ടേബിൾ കിട്ടുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കുറച്ച് പൗഡർ നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഇതിപ്പോൾ ഒരു പഞ്ചസാര പോലെയാണുള്ളത്. നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളം താഴത്തേക്ക് പോകില്ല. ഇതാണ് കുടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത് നിറച്ച് കാച്ചെടുക്കട്ടെ. എന്താ ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് വരുന്നില്ല. നമ്മളെ ഏതാണ്ടോ എത്രത്തോളം വെള്ളം കുടിക്കുമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുകയാണ്. എന്താണോ ഇത് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കിനി ലാർജ് സ്കെയിലിൽ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട് ഒഴിക്കുകയാണ്. ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ കൈവിടെ കൈവിടെ ജെല്ലി. നമ്മള് മണാലിയിൽ പോകുന്നതിന് പകരം നമുക്ക് വീട്ടിൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ അയക്കുന്നതിനാൽ പുൽക്കൂടിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിതിങ്ങനെ സെറ്റ്. നമ്മളിപ്പോൾ ഇത്ര ഇതിലെ വെള്ളം കണ്ടോ, ഇത്രയും ഇപ്പോൾ പകുതിയോളം ഒഴിച്ചു. ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മളിപ്പം 1/2 കിലോ പൗഡർ വാങ്ങിയാൽ ഒരു 100 ഗ്രാം പോലും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് കണ്ടോ ഗൈസ്, പുറത്ത് കളയിച്ചോ. മതി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ അതാ ബോട്ടിൽ കണ്ടോ, ഇത് ശരിക്കും 1.800 മില്ലി ഉണ്ടായിരുന്നതാണ്. ഏകദേശം ഫുള്ളായിട്ടുള്ള വെള്ളം നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു. പുറത്തേക്ക് പോകുന്നില്ല, കാരണം ഇതിങ്ങനെ വെള്ളത്തിനെ ഒബ്സർവ് ചെയ്ത് പിടിച്ച് നിൽക്കുകയാണ്.
നമ്മളിതാ ഫുള്ള് വെള്ളം ഒഴിച്ചു. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ വലിയ ഈ ഒരു ടേബിൾ മുഴുവനാക്കി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ഇതിനകത്ത് എടുത്തത് ആകെ ഇത്ര, അതിനെ കൊണ്ട് ഉണ്ടാക്കിയ സാധനം കണ്ടോ ഇത്രയും. നമ്മൾ ഈ ടേബിൾ ഫുള്ളാക്കി ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഏകദേശം പകുതിയോളം തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഏകദേശം പകുതി എടുത്തിട്ടുള്ളൂ, പകുതി നമ്മൾ എടുത്ത് വെക്കാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ പുൽക്കൂട് ഉണ്ടാക്കാം അടിപൊളിയായിട്ട് നമുക്കിതിനെ കൊണ്ട്. പക്ഷെ ഫുള്ള് വെച്ച് അങ്ങനെ മിക്സ് ചെയ്യണ്ട പച്ചി, അങ്ങനെ കാണാം. ഇത് കുറേ ഉണ്ടാവില്ലോ. മിക്സ് ചെയ്യാം. പച്ച വെള്ളം വെച്ചു അരി മിക്സ് ചെയ്യാം. അരി ഇനി ഉണ്ട് പൊടിയാ ഇതിലേക്ക് ജയിച്ച ഫുള്ളും ഇപ്പുറത്തെ സൈഡിൽ വന്നൊക്കെ. അപ്പം നമ്മളിപ്പോൾ മൊത്തം വെള്ളം ഒഴിച്ചു. ഇനിയും വെള്ളം വേണം. അളക്ക് എന്താ മിക്സ് ചെയ്തിരുന്നു ജില്ലി. ഇതിൻ്റെ ഒപ്പം കുറേ ഉണ്ടല്ലോ. അയ്യോ അയ്യോ എന്താ പണ്ടാച്ചതാ. കൈയെടുക്ക് കൈയെടുക്ക്. വാച്ചിൻ്റെ കൈ അത്യാവശ്യം ഒരു നോർമൽ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു 250 ഗ്രാം തന്നെ ധാരാളമായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പകുതി 250 ഗ്രാം എടുത്തിട്ട് ഇനിയും ഇഷ്ടംപോലെ വെള്ളം ഇനിയും ഒഴിക്കാം. ചെറു വെള്ളം എടുക്കാം. നമ്മളിപ്പോൾ ടാപ്പിന് ഡയറക്റ്റ് ഒഴിക്കാൻ തുടങ്ങി. പുറത്തേക്ക് പോകുന്നു. പൈപ്പ് ഓഫ് പൈപ്പ് ഓഫ്. അടിപൊളി മോനെ. ഗായ്സ് മഞ്ഞുമല മഞ്ഞ മഞ്ഞ മഞ്ഞ. ഇത് ഫ്രിഡ്ജ് പിടിച്ച് കുഴപ്പമുണ്ട്. അങ്ങനെ നമ്മൾ മണാലിയിലെ മഞ്ഞുമല വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഒരു മിനിറ്റ് ഇത് കേട്ടട്ടെ. ലെവൽ ചെയ്താൽ വേറെ ചെയ്യണേ. ഇനി കുറച്ചും കൂടി വെള്ളം വെച്ചില്ല. ഇനിയും വെള്ളം കൊള്ളും. ഗൈസ് അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു. ആ മഞ്ഞുമല നമ്മൾ ഉണ്ടാക്കി. നമുക്ക് ക്രിസ്മസിന് ശരിക്കും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാധനം വാങ്ങിക്കാനായിരുന്നു മഞ്ഞുമലയുടെ ഒരു എഫേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടോ ഗൈസ്? ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ 300 രൂപക്ക് മണാലിയിൽ പോയി. ഹലോ ഗൈസ്, ഉപ്പമല്ലിന്റെ ജെല്ലി ആയി കഴിഞ്ഞിട്ടുണ്ട്. ജെല്ലിയല്ല ജെല്ലിയല്ല മഞ്ഞ് സ്നോ മഞ്ഞോ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിലത്തേക്കും ഒക്കെ പോകുന്നുണ്ട്. കൊറേ ആയി കഴിഞ്ഞിട്ടുണ്ട്. കാൽ നോക്കി ഫുള്ള് മഞ്ഞ. ക്ലിയർ ഉണ്ടല്ലേ ഗൈസ്? അപ്പോൾ നമ്മളെ വർക്കുകളൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 250 ഗ്രാം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനി ഇഷ്ടംപോലെ വെള്ളം കൊള്ളും. നമ്മൾ ഈ ഒരു ടേബിള് എടുത്തത് പാളിപ്പോയി, കാരണം ഇതിന് ഡബിളായിട്ട് ഇതിനകത്ത് ഇനിയും കൊള്ളും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ക്രിസ്മസ് ട്രീ മല പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് അടിപൊളി ഫീലിങ്സിൽ നമ്മൾ സാന്റാക്ലോസിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് നമ്മളെ ആമസോണിലാണ് വാങ്ങിയത്. ആമസോണിലെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. അപ്പോൾ പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക.
ഷെയറും ചെയ്യാ. വേറെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സി യു.